അസ്സലാമലൈക്കും മുത്തുമണീസ്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എങ്ങനെ ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കതിൻ്റെ റെസിപ്പിയൊക്കെ കണ്ടാലോ. അപ്പം നമ്മളെ ഉണ്ണിയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ നൈറ്റ് തന്നെ പച്ചരി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് കഴുകി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ മൈസൂർ പഴമാണ്. 2-3 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം പിന്നെ അതിലേക്ക് ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിനി ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അതിന് ശേഷം ഒരു 7 അച്ച് ശർക്കര ഞാനിവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതും പാടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ ബാറ്ററി ഇത്തിരി ലൂസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു ബോക്സിലുള്ള അരിപ്പൊടി ഇച്ചിരി ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ചെടുക്കണം. നമുക്ക് അരി അരക്കണ ടൈമിൽ തന്നെ നമുക്ക് ശർക്കര പാനി വെച്ചെങ്ങാണ്ട് അരച്ചെടുക്കുക. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഞങ്ങളിവിടെ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അരി നന്നായിട്ട് അരഞ്ഞ് കിട്ടൂല എന്നാണ് ഉമ്മച്ചി ഇവിടെ പറയുക. ഇത് ഉമ്മച്ചിൻ്റെ സ്പെഷ്യൽ ഉണ്ണിയപ്പാണ്. ഇവിടെ ഏകദേശമൊക്കെ നമ്മൾ ഇത് കട്ടയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഇച്ചിരി ഉപ്പാണ് ആഡാക്കി കൊടുക്കുന്നത്. അതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇപ്പോൾ ഇതൊരു കുറച്ച് നേരം അയക്കണം കേട്ടോ. 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് ഒന്ന് അരച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിലേക്ക് ഇച്ചിരി ഏലക്കായുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം പിന്നെ നമ്മൾ നെയ്യിലൊക്കെ വറുത്ത തേങ്ങയുടെ കൊത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു പിഞ്ച് അപ്പസോടയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മിക്സാക്കിയിട്ട് നമുക്കിനി അത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ മാവ് ഓരോന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് പൊന്തി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അതിനർത്ഥം നമ്മളെ മാവ് കൂട്ടി വെച്ചതൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ എല്ലാ ഉണ്ണിയപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ടേസ്റ്റി ആൻഡ് ഈസി ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. നല്ല രീതിക്ക് പൊന്തിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ണിയപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഗൈസ്, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പുതിയ റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും.